എന്താടാ ആ മുറിന്റെ മൂലക്ക് ഒരു ചാരുകസ്ഥിരണ്ട് ഒരു കായില്ല അതെടുത്ത് കത്തിച്ചാൽ ഞക്കാം വാപ്പ മരിച്ചല്ലോ അപ്പൊ കാണൂല്ലോ നമുക്ക് എന്നാ പിന്നെ അതെടുത്ത് ഇവിടെ ഉമ്മറത്തോണ്ടിച്ചാലോ 3 കാലേ ഇല്ലൂ ആരും വന്ന് ഇരുന്നാ പൊളിഞ്ഞു ശരിയാക്കിട്ട് വെച്ചോളി പോയേ ഇതേ ഇതിപ്പോ നമ്മൾ ഈ ഒന്നും ഉദ്ദേശിക്കുന്ന മറ്റ കാര്യങ്ങളല്ല സംഗതി ഇപ്പൊ റോട്ടിലേക്ക് ഇറങ്ങി വേറൊരു പാകമില്ല അല്ലാണ്ട് ഇപ്പൊ ഇത് അറിയാണ്ടൊന്നല്ല ഒന്നാമത്തെ നിങ്ങളുടെ ബുദ്ധിയില്ലായ്മ കൊണ്ടാണ് നിങ്ങളുടെ കൂട്ടുകാരൻ വഴിയാധാരായത് ഇനി നിങ്ങൾ ഈ ബുദ്ധിയില്ലായ്മയും കൂടെ കാണിച്ചിട്ട് ഇന്ന മോനെ കൂടെ വഴിയാധാരാക്കണം എന്റെ ബുദ്ധി ഇല്ലായ്മ തന്നെയാണ് ഞാൻ എന്നെ നോക്കണതും ഈ ജാതി പണിയൊക്കെ ചെയ്ത് എന്നെ കെട്ടിയില്ലോ എന്റെ ബുദ്ധി ഇല്ലായ്മ തന്നെയാണ് അത് എന്നെ കെട്ടിയോണ്ട് എന്താ കഞ്ഞിയൊക്കെ കുടിക്കണുണ്ട് അതെ അന്നപ്പോ കെട്ടിയോണ്ടോ ഞാൻ കഞ്ഞി കുടിച്ച് പോകണം അതന്നെയാണ് ഞാൻ ഒരു പണിക്കും പോണില്ല അവിടെ ഇക്ക നിങ്ങളോട് ഞാൻ സ്നേഹമുള്ള കൊണ്ട് പറയാണ് ഇന്റെ വാപ്പാക്ക് സംഭവിച്ചതൊക്കെ അറിയാല വാപ്പ ഒരുത്തനെ ആ കട വാടക കൊടുത്തത് അറിയാലോ നിങ്ങക്ക് എന്നിട്ട് എന്തുണ്ടായി ആ ഓൻ ഇങ്ങോട്ട് വാടക തന്നതിന്റെ ഇരട്ടി തിരിച്ചു കൊടുത്തിട്ടാണ് ഓൻ അവിടുന്ന് ഒഴിവാക്കിയത് അതേമാരിക്കാണോ ഇവിടെ വാസുട്ടി അതേമാരിക്കാണോ ഞാനിപ്പോ തൽക്കാലം ഒന്ന് താമസിക്കാനുള്ള സൗകര്യം കൊടുക്കല്ലേ ഇനിയിപ്പോ ഇതൊക്കെ പോട്ടെ ഈക്ക് എന്റെ ഉമ്മ മരിച്ച സമയത്ത് എന്നെ പാല് കൂട്ടിയിട്ടില്ല കഥ കേട്ടിന്റെ ചെവി തയമ്പിച്ചിക്ക അല്ലെങ്കിൽ അത് വേണ്ട അത് പോട്ടെ ഇപ്പൊ എന്റെ ചെവി തയമ്പിച്ചെങ്കിൽ ഈ അത് കേൾക്കണ്ട ഇതിപ്പൊ ഇതിങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ പറ്റൂല ചെയ്യാണ്ടിരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി സമ്മതിക്കൂല അതന്നെ എങ്ങനെ സമ്മതിക്കൂല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് രസിയത് ഞാനായിട്ട് ഉണ്ടാക്കിയ കാര്യങ്ങളല്ലേ അത് അത് ഈ മനസ്സിലാക്കണ്ടേ എന്റെ ഒരു അവസ്ഥ എന്താ ഈ മനസ്സിലാക്കാത്തത് എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്താണ് ഇപ്പൊ എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവൻ റോട്ടിലേക്ക് ഇറങ്ങി പോയാൽ ഞാൻ കാരണമാണ് എന്നുള്ളതാണ് ഇപ്പൊ ആൾക്കാർ ജോസുട്ടി സംസാരിക്കുന്നതിലും കൂടി അതാണ് ഞാനായിട്ട് ഇപ്പൊ ഈ കച്ചവടത്തിൽ ഇറക്കി ഇപ്പൊ അവന്റെ പെര പോയി എന്നൊക്കെയാണ് വർത്താനത്തിൽ വീടെടുത്ത് കൊടുക്ക എന്റെ വാടക കൊടുക്കണ്ട വെറുതെ വർത്താനം പറയുന്നത് മനുഷ്യനെ നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ സമ്മതിക്കൂല അതന്നെ ഈ അങ്ങനെ സമ്മതിക്കൂല എന്ന് പറഞ്ഞാൽ പറ്റില്ല ഇക്ക് ഇവിടെ അല്ലാണ്ട് ഞാൻ താമസിക്കുന്നിടത്ത് എവിടെ കൊണ്ടുവരാനെ ഞാൻ താമസിക്കുന്നിടത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ അതൊക്കെ അല്ലാണ്ട് പറ്റില്ല നിങ്ങൾ സത്യം പറ ഇന്നോട് ചോദിക്കാതെ ഓർക്ക് വാക്ക് കൊടുത്താ അന്നോട് ചോദിക്കാണ്ട് പറഞ്ഞ ഈ സന്ദർഭത്തിൽ ഇങ്ങനെ വന്ന് പറയുമ്പോ പണ്ടായിട്ട് മീറ്റിംഗ് കൂടാൻ പറ്റുമോക്ക് അത് പറ്റുമോ മീറ്റിംഗ് കൂടണോ നിങ്ങളൊരു കുടുംബമായിട്ടല്ലേ ഇവിടെ താമസിക്കണേ അപ്പൊ ഇന്നോട് ചോദിക്കാതെ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു അത് ഇന്റെ വാപ്പ തന്ന സ്വത്ത് പറയണൊക്കെ മനസ്സിലാവണുണ്ട് ഞാൻ ഇതൊക്കെ ബോധിപ്പിച്ചിട്ട് പറയാൻ പറ്റും ആൾക്കാരിന്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ ഓനോട് ഞാൻ വരാൻ പറഞ്ഞു അങ്ങോട്ട് വരൂ ഓൻ ഇങ്ങോട്ട് വരില്ല നിങ്ങളോട് ഞാൻ അവസാനമായിട്ട് പറയാണ് ഇവിടെ ഒരാളും താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല